അടുത്ത ക്വസ്റ്റ്യൻ ഷിഫ്റ്റ് 3 PDF എല്ലാം നമ്മൾ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക. നിങ്ങൾ ഡൗൺലോഡ് ചെയ്തിട്ട് ബാക്കി ക്വസ്റ്റ്യൻസ് കൂടെ ചെയ്ത് നോക്കണം കേട്ടോ. The sum of the radius of base and height of a cylinder തന്നിട്ടുണ്ട്. sum of the radius and height of a cylinder r plus h അല്ലേ തന്നിരിക്കുന്നത്. റേഡിയസും ഹൈറ്റിന്റെയും സം തന്നിട്ടുണ്ട് 12.5 സെന്റിമീറ്റർ. പിന്നെന്താണ് പറഞ്ഞിരിക്കുന്നത്? ടോട്ടൽ സർഫസ് ഏരിയ ഓഫ് എ സിലിണ്ടർ എന്താണ് ഫോർമുല? ടോട്ടൽ സർഫസ് ഏരിയ ഓഫ് എ സിലിണ്ടർ ഈക്വൽ ടു എന്താണ് ഫോർമുല? 2πr into h plus r അല്ലെ ഫോർമുല. 3D മെൻസുറേഷനകത്ത് നമ്മളെല്ലാം പറയും കേട്ടോ. 3D മെൻസുറേഷൻ 2D മെൻസുറേഷൻ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിക്കും. ടോട്ടൽ സർഫസ് ഏരിയ ഓഫ് ദി സിലിണ്ടർ ഈക്വൽ ടു തൽക്കാലം 2πr into h plus r അതാണ് ഫോർമുല അല്ലെ. അതിനകത്ത് h plus r ഓൾറെഡി തന്നിട്ടുണ്ട് 12.5. അപ്പൊ ഈസി ആയിട്ട് നമുക്ക് കണ്ടുപിടിക്കാം. ഒരു സംഭവം ഇല്ല. 275 ഈക്വൽ ടു 2πr എത്രയാണ്? 2 into പൈയുടെ വാല്യൂ 22/7 അല്ലെ ഇൻറ്റു r പ്ലസ് h എത്രയാണ്? 12.5 ഞാൻ ജസ്റ്റ് 25/2 എന്ന് എഴുതട്ടെ, കുഴപ്പമില്ലല്ലോ. അപ്പൊ ഈ 2 22 കൂടെ കട്ട് ചെയ്യാം 11. പിന്നെ ഈ 11ഉം 275 കൂടെ പോയി കഴിഞ്ഞാൽ എത്ര വരും? 25 അല്ലെ. 25 പോയി. സോ r ഈക്വൽ ടു 7/2 ഈക്വൽ ടു 3.5 സെന്റിമീറ്റർ എന്ന് വരും. ഓക്കെ, റേഡിയസ് ഈക്വൽ ടു 3.5 സെന്റിമീറ്റർ എന്ന് വരും. അടുത്ത റേഷ്യോ ഓഫ് ദ എ ബി ആൻഡ് സി ഈസ് 14:49:512. 14:49:512. ഈ ക്വസ്റ്റിനകത്ത് എന്തോ ഒരു മിസ്റ്റേക്ക് ഉണ്ട്. അതായത് ഡേറ്റയിൽ എന്തോ ഒരു മിസ്റ്റേക്ക് ഉണ്ട് കേട്ടോ. പക്ഷെ എന്നാലും ഞാൻ കൺസെപ്റ്റ് പറയാം. എ ആൻഡ് ബിയുടെയും സിയുടെയും റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷനകത്തുനിന്ന് ചോദിച്ചിരിക്കുന്നതാണ്. എയുടെയും ബിയുടെയും സിയുടെയും റേഷ്യോ വന്നിട്ടുണ്ട്. എത്രയാണ്? 14:49:512. ഇതിന്റെ ഒരു സെയിം ക്വസ്റ്റ്യൻ നമ്മൾ ആദ്യം പാർട്ട് 1 ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങൾ പാർട്ട് 1 കണ്ടില്ലെങ്കിൽ നിങ്ങൾ കാണുക കേട്ടോ. അത് കഴിഞ്ഞിട്ട് എ ഈസ് ഗ്രേറ്റർ ദാൻ സി. എയുടെ റേഷ്യോ സിയുടെ കാട്ടി ഗ്രേറ്റർ ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ തന്നെ നമുക്കറിയാം മിസ്റ്റേക്ക് ആണ്. അവിടെ എന്തോ ഒരു മിസ്റ്റേക്ക് ഉണ്ട്. എ ഗ്രേറ്റർ ആയിരിക്കത്തില്ല, സിയുടെ ആയിരിക്കും, തിരിച്ചായിരിക്കും ഗ്രേറ്റർ വരുന്നത്. അപ്പൊ സിയുടെ ഗ്രേറ്റർ ആണെങ്കിൽ എത്ര വരും? 512 - 14 എന്ന് പറയുമ്പോൾ 498. 498 ആണ് തന്നിരിക്കുന്നത്. എത്ര? 174 എന്ന്. പിന്നെ എന്താണ് ചോദിച്ചിരിക്കുന്നത്? ടോട്ടൽ എമൗണ്ട്. ടോട്ടൽ എമൗണ്ട് എന്ന് പറയുമ്പോൾ എ പ്ലസ് ബി പ്ലസ് സി. ഇത് ടോട്ടൽ, അതായത് 512 + 14 + 49 എത്ര ആണെന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ഇതിലെന്തോ ക്വസ്റ്റ്യൻ എന്തോ ഒരു ഡേറ്റയ്ക്ക് വ്യത്യാസമുണ്ട്. അതുകൊണ്ടാണ് അപ്പം നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യാത്തത്. പക്ഷെ കൺസെപ്റ്റ് ഇതാണ്. എയുടെയും സിയുടെയും റേഷ്യോ തന്നിട്ട് അത് തമ്മിലുള്ള ഡിഫറൻസ് തന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ രണ്ടിന്റെയും റേഷ്യോയുടെ ഡിഫറൻസ് ആണ് നമ്മൾ ഇങ്ങനെ എഴുതുന്നത്. ഓക്കെ, ഇനി കണ്ടുപിടിക്കേണ്ടത് എന്താണ്? ടോട്ടൽ ആയിരുന്നു. അപ്പൊ എ പ്ലസ് ബി പ്ലസ് സി ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ എത്രയാണെന്ന് കണ്ടുപിടിക്കുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. എ ട്രക്ക് കവേഴ്സ് എ സർട്ടൻ ഡിസ്റ്റൻസ് 480 km in a certain time. If it reduces the speed by 8 km per hour, then the time taken is increased by 2 hours. Time, speed and distance ഒരു നല്ല ക്വസ്റ്റ്യൻ ആണ്. അതായത് 480 കിലോമീറ്റർ പോകുന്ന ഒരു ട്രക്ക് ഉണ്ട്. അതിന്റെ സ്പീഡ് 8 km per hour. ആദ്യമേ ഒരു വി ആണ് സ്പീഡ് എങ്കിൽ ഇപ്പൊ 8 km per hour കുറഞ്ഞു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അതിനെടുക്കുന്ന ടൈം എന്ത് സംഭവിക്കും? 2 മണിക്കൂർ കൂടുതൽ എടുക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ. അങ്ങനെയാണെങ്കിൽ നമ്മൾ സ്പീഡ് കണ്ടുപിടിക്കണം. അപ്പൊ നമ്മൾ ചെയ്യുന്നത് എങ്ങനെ ചെയ്യാം? ആദ്യമേ നമുക്ക് ഡിസ്റ്റൻസ് 480 കിലോമീറ്റർ ആണെന്ന് അറിയാം അല്ലെ. ആദ്യമേ അതിന്റെ സ്പീഡ് വി ആയിരുന്നെങ്കിൽ ഇപ്പം v - 8 km per hour സഞ്ചരിക്കുന്നത് അല്ലെ. അപ്പൊ v - 8 480 ഡിവൈഡഡ് ബൈ v - 8 മൈനസ് 480 ഡിവൈഡഡ് ബൈ v ഈക്വൽ ടു 2 മണിക്കൂർ എന്ന് നമുക്ക് എഴുതിക്കൂടെ? മനസ്സിലായോ ഞാൻ എന്താ എഴുതിയിരിക്കുന്നത്? അതായത് 480 ബൈ v എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് കിട്ടുന്നത്? യൂഷ്വൽ ടൈം അല്ലെ. അതായത് സാധാരണ അത് പോയിക്കൊണ്ടിരുന്ന സമയം അല്ലെ. അതുപോലെ തന്നെ 480 ബൈ v - 8 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ എന്ത് ചെയ്തു? സ്പീഡ് റെഡ്യൂസ് ചെയ്തു. അപ്പൊ സ്പീഡ് റെഡ്യൂസ് ചെയ്തെങ്കിൽ ഈ v - 8 ഡിനോമിനേറ്റർ ചെറുതായോണ്ട് നമുക്ക് ഈ വാല്യൂ ആയിരിക്കും വലുത് അല്ലെ. അപ്പൊ ഈ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ടോട്ടൽ ടൈം ആയിരിക്കും. ഇതും എന്താണ്? ഇത് ഇപ്പോഴത്തെ ടൈം അല്ലെ. ഇപ്പോഴത്തെ ടൈം എന്ന് പറയുമ്പോഴത്തേക്ക് ഇപ്പം നമുക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വേരിയേഷനിൽ ഉണ്ടായ ടൈം, ഇത് യൂഷ്വൽ ടൈം. അത് തമ്മിലുള്ള ഡിഫറൻസ് 2 മണിക്കൂറാണെന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് അല്ലെ. അപ്പൊ ഈ സാധനം നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ വരും. ക്വാഡ്രാറ്റിക് ഇക്വേഷനകത്തുനിന്നാണ് നമ്മൾ v കണ്ടുപിടിക്കുന്നത്. അപ്പൊ ഇതിനൊരു എളുപ്പമുള്ള വേറൊരു മെത്തേഡ് ഉണ്ട്. നിങ്ങൾ ഈ മെത്തേഡ് ജസ്റ്റ് ഫോളോ ചെയ്യുക. ഓക്കെ, എങ്ങനെയാണ് ചെയ്യുന്നത്? 8 km per hour ആണ് വേരിയേഷൻ പറഞ്ഞിരിക്കുന്നത്.
അപ്പൊ നിങ്ങൾ 8 എന്ന് എഴുതുക, 16 അതിന്റെ മൾട്ടിപ്പിൾ അല്ല എഴുതുക. 16, 8, 24, 32, 40, 48. ഓക്കെ, ഇനി ടൈമിന്റെ വേരിയേഷൻ എത്രയാണ് തന്നിരിക്കുന്നത്? 2 അല്ലെ. എഗെയിൻ അതിന്റെ മൾട്ടിപ്പിൾസ് എഴുതുക. 2, 4 മൾട്ടിപ്പിൾസ് അല്ല, 2, 4, 6, 8. എഗെയിൻ 2, 4, 6, 8 കൂട്ടി പോവുക. 10, 12. ഓക്കെ, ഇവിടെ എന്ത് ചെയ്യുക? 8, 8, 8, 8, 8 കൂട്ടി പോവുക. അപ്പം 24. എന്നിട്ട് നമ്മൾ ഇതിനകത്ത് ഏത് കോമ്പിനേഷൻ എടുത്തു കഴിഞ്ഞാൽ 480 കിലോമീറ്റർ വരുമെന്ന് നോക്കിയാൽ മതി. നമുക്ക് എളുപ്പം സോൾവ് ചെയ്യാൻ പറ്റും. ക്വാഡ്രാറ്റിക് ഇക്വേഷനിലോട്ട് ഒന്നും പോകണ്ട. അപ്പൊ ഇതൊരു ഷോർട്ട് ട്രിക്ക് ആണ്. 480 എന്ന് പറയുമ്പോൾ എങ്ങനെ വരും? 480 എന്ന് പറയുമ്പോൾ 48 into 10 എന്നും 40 into 12 എന്ന് എടുത്തു കഴിഞ്ഞാലും നമുക്ക് 480 ആണ് വരുന്നത് അല്ലെ. 40 into 12 എടുത്താലും 48 into 10 എടുത്തു കഴിഞ്ഞാലും അപ്പൊ തന്നെ നമുക്ക് ആൻസർ കിട്ടി. അതായത് ഒറിജിനൽ സ്പീഡ് എന്തായിരുന്നു? ഒറിജിനൽ സ്പീഡ് 48 ആയിരുന്നു അല്ലെ. ഇപ്പോഴത്തുള്ള സ്പീഡ് എന്താണ്? ഇപ്പം ന്യൂ സ്പീഡ് എന്താണ്? ന്യൂ സ്പീഡ് ഈക്വൽ ടു 40 കിലോമീറ്റർ, അതായത് 8 കിലോമീറ്റർ കുറഞ്ഞു. ഇനി നിങ്ങളൊന്ന് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ നോക്കിയേ. 480 ഡിവൈഡഡ് ബൈ ഒറിജിനൽ സ്പീഡ്, ഇപ്പോഴത്തെ സ്പീഡ് 40 മൈനസ് 480 ഡിവൈഡഡ് ബൈ 48, 12 അല്ലേ? 2 അല്ലേ? അപ്പൊ സാറ്റിസ്ഫൈ ചെയ്തു. അപ്പൊ നിങ്ങൾ ഇങ്ങനെ ചെയ്യുക. ഈ മെത്തേഡ് ആണ് ഏറ്റവും നല്ലത്. ഓക്കെ, ഇത് ഫോളോ ചെയ്യുക. അപ്പൊ തന്നെ നമുക്ക് ആൻസർ കിട്ടി. അതുപോലെ തന്നെ സമയവും നമുക്ക് കിട്ടി. എത്രയാണ്? 10 മണിക്കൂറും 12 മണിക്കൂറും വേരിയേഷൻ. നമുക്ക് സ്പീഡിന്റെയും ടൈമിന്റെയും സാധനം കിട്ടും. ഓക്കെ, ആദ്യമേ 10 മണിക്കൂർ ആയിരുന്നെങ്കിൽ ഇപ്പൊ എത്ര സമയം എടുക്കുന്നു? 12 മണിക്കൂർ എടുക്കുന്നു. ഓക്കെ, അടുത്ത 4ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? സീക്ക് 5 ഈക്വൽ ടു 65 by 63. സീക്ക് 5 എന്ന് പറയുമ്പോൾ 1 by cos 5 ആണ്. അപ്പൊ cos 5 ഈക്വൽ ടു 63 by 65. ഞാൻ നേരത്തെ ഫസ്റ്റ് വീഡിയോയ്ക്കകത്ത് ട്രിപ്ലക്സിനെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പൊ ട്രിപ്ലക്സ് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ എന്തായാലും അത് കാണുക. അതിനകത്ത് പറഞ്ഞ ട്രിപ്ലക്റ്റ് ആണ് 18, 63, 65. ഇങ്ങനെ കുറച്ച് ഇമ്പോർട്ടന്റ് ട്രിപ്ലക്സ് ഇപ്പം TCS ചോദിക്കുന്നുണ്ട്. നിങ്ങൾക്ക് അത് അറിയാമെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് ചെയ്യുക. 16, 63, 65 ഇതാണ് ട്രിപ്ലക്സ്. കുറെ ഞാൻ പറയുന്നുണ്ട്, അതെല്ലാം ഒന്ന് നോക്കിയിട്ട് പോവാം. അപ്പൊ cos 5 ഈക്വൽ ടു 63 by 65 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു ട്രയാങ്കിൾ വരച്ചു കഴിഞ്ഞാൽ നമുക്ക് 5 എടുത്തു കഴിഞ്ഞാൽ cos എന്ന് പറയുമ്പോൾ എന്താണ്? അഡ്ജസന്റ് സൈഡ്. ഇത് 63, ഇത് 65, ഇത് 16 എന്ന് വരും. ഇനി നമുക്ക് എന്ത് വേണമെങ്കിലും കണ്ടുപിടിക്കാം. ക്വസ്റ്റിനകത്ത് എന്ത് ചോദിച്ചു കഴിഞ്ഞാലും കണ്ടുപിടിക്കാം. അതായത് നമുക്ക് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് 8 into cosec 5. sin 5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 16 by 65. അപ്പം സൈനിന്റെ ഇൻവേഴ്സ് ആണ് cosec 5. അപ്പൊ 65 by 16. 8 into 65 by 16 മൈനസ് cot 5. cot 5 എന്ന് പറയുമ്പോൾ എത്ര വരും? 63 by 16 ഈക്വൽ ടു 8 into 2 by 16 എന്ന് വരും. 1 എന്ന ആൻസർ വരും. 1 എന്ന ആൻസർ വരും. അടുത്ത 5ാമത്തെ ക്വസ്റ്റ്യൻ. 5ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ആൾജിബ്ര എന്നാണ്. 5ാമത്തെ ക്വസ്റ്റ്യനകത്ത് x മൈനസ് y മൈനസ് z ഈക്വൽ ടു 0 എന്നൊരു കണ്ടീഷൻ തന്നിട്ടുണ്ട്. ചോദിച്ചിരിക്കുന്നത് x സ്ക്വയർ പ്ലസ് y സ്ക്വയർ പ്ലസ് z സ്ക്വയർ y സ്ക്വയർ പ്ലസ് xz ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് അല്ലെ. x മൈനസ് y മൈനസ് z ഈക്വൽ ടു 0 എന്നൊരു കണ്ടീഷൻ തന്നിട്ടുണ്ട്. x സ്ക്വയർ പ്ലസ് y സ്ക്വയർ പ്ലസ് z സ്ക്വയർ y സ്ക്വയർ പ്ലസ് xz ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഇനി x മൈനസ് y മൈനസ് z ഈക്വൽ ടു 0 എന്നൊരു കണ്ടീഷൻ തന്നിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ആ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഏതെങ്കിലും വാല്യൂസ് കൊടുക്കുക. z ഈക്വൽ ടു 0, x ഈക്വൽ ടു 1, y ഈക്വൽ ടു 1. കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തില്ലേ? അങ്ങനെ ഏതൊരു വാല്യൂ എങ്കിലും കൊടുക്കുക. ഇത് നിങ്ങൾ കൺവെൻഷണൽ മെത്തേഡിലൊന്നും ചെയ്യാൻ നിൽക്കരുത്. ഇത് നമ്മൾ ഷോർട്ട് മെത്തേഡിൽ ചെയ്യണം. കാരണം ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ടൈം സേവ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ z ഈക്വൽ ടു 0 കൊടുത്തപ്പോ തന്നെ xz ഉം ഈ സാധനവും ക്യാൻസൽ ആയി പോയി അല്ലെ. 0 0. x ഈക്വൽ ടു 1, y ഈക്വൽ ടു 1, x ഈക്വൽ ടു 1, y ഈക്വൽ ടു 1, 1 plus 1 ഈക്വൽ ടു ആൻസർ ഈസ് 2. ഓക്കെ, ആൻസർ ഈസ് 2. അടുത്ത എന്താണ്? അടുത്ത ആൾജിബ്ര എന്നാണ്. ആൾജിബ്രയിൽ നിന്നും ജോമെട്രിയിൽ നിന്നും ഒരുപാട് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. സാധാരണ രണ്ടും ഈക്വൽ വെയിറ്റേജ് ആണ് ചെയ്യാറ്. പക്ഷെ അഡ്വാൻസ് മാത്സിൽ നിന്ന് ഒരുപാട് വെയിറ്റേജ് ഇപ്രാവശ്യം TCS CHSL ചോദിക്കുന്നുണ്ട്. അഡ്വാൻസ് മാത്സ് കുറച്ചുകൂടെ നന്നായിട്ട് നോക്കുക. ഫോർമുലാസ് എല്ലാം നോക്കിയിട്ട് പോവുക കേട്ടോ. അടുത്ത എന്താണ്? x raised to 4 plus 1 by x raised to 4 തന്നിട്ടുണ്ട്. എത്രയാണ്? 6887. x raised to 4 plus 1 by x raised to 4 equal to 6887. എന്താണ് കണ്ടുപിടിക്കേണ്ടത്? x minus 1 by x ആണ് കണ്ടുപിടിക്കേണ്ടത്. അതായത് നമ്മൾ റിവേഴ്സ് പോകണം അല്ലെ. റിവേഴ്സ് പോകുന്നതിന്റെ ഫോർമുല എന്താണ്?
ഫോമുലയൊക്കെ ഞാനിപ്പോൾ ജസ്റ്റ് നിങ്ങൾക്ക് എഴുതി തരാം, നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവും. നിങ്ങൾക്ക് ആ ഫോമുല കുറിച്ചൊക്കെ നന്നായിട്ട് പഠിക്കണമെങ്കിൽ ആൾജിബ്ര ക്ലാസ് കാണുക. ഓക്കെ, ഇപ്പൊ തന്നെ അഡ്മിഷൻ തുടങ്ങി, നിങ്ങൾ വേഗം തന്നെ അഡ്മിഷൻ എടുക്കുക, ജോയിൻ ചെയ്യുക. ഓക്കെ, എക്സ് റേസ് ടു 4 + 1 / എക്സ് റേസ് ടു 4 k ആണെങ്കിൽ x² + 1 / x² = എന്താണ് ഫോമുല? √k+2. ഓക്കെ, അതുപോലെ തന്നെ x² - 1 / x² ആണ് ചോദിക്കുന്നതെങ്കിൽ എന്തായിരിക്കും ഫോമുല? √k - 2. അതായത് റിവേഴ്സ് വരുവാണ് നമ്മുടെ സംഭവം. ഇതിനകത്തുനിന്ന് സാധനം, അതായത് ഇഫ് x² + 1 / x² k ആണ്, x + 1 / x ആണ് ചോദിച്ചിരിക്കുന്നെങ്കിൽ എന്താണ്? സെയിം ഫോമുല √k+2 ആയിരിക്കും. ഓക്കെ, അതുപോലെ തന്നെ x² + 1 / x² ൽ നിന്ന് x - 1 / x ആണ് കണ്ടുപിടിക്കുന്നെങ്കിലോ √k - 2 ആയിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് x - 1 / x ആണ്. അപ്പൊ നമുക്ക് ആദ്യം ഒന്ന് റിവേഴ്സ് വരാം, x² + 1 / x² ലോട്ട് വരാം. x² + 1 / x² എന്ന് പറയുമ്പോൾ √6889. √6889 എന്ന് പറയുമ്പോൾ എത്രയാണ് റൂട്ട്? 83യുടെ റൂട്ട് ആണല്ലേ. സ്ക്വയർ റൂട്ട് എളുപ്പം കണ്ടുപിടിക്കുന്നതൊക്കെ പഠിപ്പിക്കാം. ഇപ്പൊ ജസ്റ്റ് നോക്കുക, 83 ആയിരിക്കും. x² + 1 / x² നമുക്ക് 83 എന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ x - 1 / x ലോട്ട് നമ്മൾ എങ്ങനെ വരും? √83 - 2. രണ്ടാമത്തെ ഫോമുല അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ again √83 - 82 എന്ന് പറയുമ്പോൾ 81 = 9 എന്ന് ആൻസർ വരും. ആൻസർ ഈസ് 9. ഓക്കെ, ആൻസർ ഈസ് 9. അപ്പൊ നിങ്ങൾ ഈ ഫോമുല നോക്കിയിട്ട് പോവുക, ഈ ഫോമുല പഠിച്ചിട്ട് പോവുക. വേഗം ഞാൻ മായ്ച്ചു കളയുന്നത്, നിങ്ങൾക്ക് ഒരു സ്ക്രീൻഷോട്ട് എടുക്കാം കേട്ടോ, പോസ് ചെയ്ത് വെച്ചിട്ട്. അടുത്ത എന്താണ്? അടുത്തത് ടൈം ആൻഡ് വർക്കിൽ നിന്ന് തന്നെയാണല്ലോ. A, B and C do any work in 3 hours. A does that work alone in 8 hours. എയും ബിയും സിയും കൂടെ 3 മണിക്കൂർ കൊണ്ട് ഒരു പണി ചെയ്യുന്നു. പിന്നെന്താണ് പറയുന്നത്? A 8 മണിക്കൂർ കൊണ്ട് ആ ജോലി ചെയ്യുന്നു, B 6 മണിക്കൂർ കൊണ്ട് അങ്ങനെ ജോലി ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ C എത്ര മണിക്കൂർ കൊണ്ട്? സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് അല്ലേ. സിമ്പിൾ ക്വസ്റ്റ്യൻ. നമ്മൾ എന്താണ് പറഞ്ഞത്? LCM എടുക്കും. LCM എത്രയായിരിക്കും? 24. LCM എടുത്തു കഴിഞ്ഞാൽ A + B + C യുടെ എഫിഷ്യൻസി 8, A യുടെ എഫിഷ്യൻസി 3, B യുടെ എഫിഷ്യൻസി എത്രയാണ്? 4 അല്ലേ. A + B + C യുടെ എഫിഷ്യൻസി 8ഉം A യുടെ എഫിഷ്യൻസി 3ഉം B യുടെ എഫിഷ്യൻസി 4ഉം ആണെങ്കിൽ C യുടെ എഫിഷ്യൻസി എന്ന് പറയുമ്പോൾ 8 - 7 എത്ര വരും? 1 എന്ന് വരും. അങ്ങനെയാണെങ്കിൽ C എത്ര ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യും? C = ടോട്ടൽ വർക്ക് 24 / C യുടെ എഫിഷ്യൻസി 24 ഡേയ്സ് കൊണ്ട് കംപ്ലീറ്റ് ചെയ്യും. സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ. ഓക്കെ അല്ലേ. അടുത്ത ക്വസ്റ്റ്യൻ ട്രയാങ്കിൾസിൽ നിന്നാണ്. ട്രയാങ്കിൾസിന്റെ ബേസിക്കിൽ നിന്നാണ്. എനിക്ക് ഈ ക്വസ്റ്റ്യൻ ഒരുപാട് ഇഷ്ടപ്പെട്ടു. കാരണം ഈ സാധനങ്ങളൊക്കെ ചോദിക്കണം. ട്രയാങ്കിൾസിൽ നിന്നൊക്കെ ഈ സംഭവങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വരുള്ളൂ. അതായത് നമ്പർ ഓഫ് ട്രയാങ്കിൾസ് ഫോം ചെയ്യുന്ന സാധനങ്ങളൊക്കെ, ബേസിക് ട്രയാങ്കിൾ ഇൻഇക്വാലിറ്റീസ് ആണെന്നാണ് ഈ സാധനങ്ങളൊക്കെ വരുന്നത്. ഇതിന്റെയൊക്കെ എല്ലാ ക്ലാസ്സും നിങ്ങൾക്ക് ട്രയാങ്കിൾസിനകത്ത് കിട്ടും. ഓക്കെ, ഇപ്പൊ ഞാൻ ഈ ക്വസ്റ്റ്യൻ പറയാം. അതായത് ഒരു ട്രയാങ്കിൾ ഉണ്ട്, ദ പ്രോഡക്റ്റ് ഓഫ് 2 സൈഡ്സ്. അതിനകത്ത് 2 സൈഡ്സിന്റെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് 24 ആണ്. അങ്ങനെയാണെങ്കിൽ എത്ര ട്രയാങ്കിൾസ് പോസിബിൾ ആണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് ക്വസ്റ്റ്യനകത്ത്. അപ്പം ഇത് നമ്മൾ കണ്ടുപിടിക്കുന്നത് A × B = അതായത് 2 സൈഡ് = 24 ആണ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ. അപ്പൊ ആ 2 സൈഡിന് ഏതൊക്കെ കോമ്പിനേഷൻസ് വരാമെന്ന് നമ്മൾ ആദ്യമേ ചെക്ക് ചെയ്യണം. ഏതൊക്കെ വരാം? 1 × 24 എന്ന് വരാം അല്ലെ. 1 × 24 = 24 എന്ന് വരാം. അതായത് ഒരു സൈഡ് 1 സെന്റിമീറ്റർ, ഒരു സൈഡ് 24 സെന്റിമീറ്റർ ആവാം അല്ലെ. അടുത്ത ഏത് കോമ്പിനേഷൻ വരാം? 2 × 12 വരാം, 3 × 8 വരാം, 4 × 6 വരാം. വേറെ ഏതെങ്കിലും വരുമോ? ഇല്ല. ഈ 4 കോമ്പിനേഷൻസ് വന്നു കഴിഞ്ഞാൽ 24ന്റെ കോമ്പിനേഷൻ ആവാം. 2 ആവാം, 12 ആവാം, 3ഉം 8ഉം ആകാം, 4ഉം 6ഉം ആകാം സൈഡ് അല്ലെ. അങ്ങനെയാണെങ്കിൽ 1ഉം 24ഉം ആണ് ഒരു ട്രയാങ്കിളിന്റെ 2 സൈഡ്സ് എങ്കിൽ നമ്പർ ഓഫ് ട്രയാങ്കിൾസ് പോസിബിൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? 2 × ഷോർട്ടർ സൈഡ് -1 ആണ് കേട്ടോ. 2 × ഷോർട്ടർ സൈഡ് -1 ആണ് ഫോർമുല. ഒരു ഷോർട്ട് കട്ട് ആണ്, നിങ്ങൾ അത് പഠിച്ചു വെക്കുക. അതൊക്കെ ഞാൻ ട്രയാങ്കിൾസിനകത്ത് പറയും. 2 × ഷോർട്ടർ സൈഡ് -1 ആണ്. അപ്പൊ ഇവിടുത്തെ ഷോർട്ടർ സൈഡ് എന്ന് പറയുമ്പോൾ 2 × 1 = എത്രയാണ്? 1.
അടുത്ത ഇവിടുത്തെ ഷോർട്ടർ സൈഡ് 2 അല്ലേ, അപ്പൊ 2 into 2 minus 1 equal to 3. അടുത്ത ഇവിടുത്തെ 3 അല്ലേ, 2 into 3 minus 1 equal to 5. അടുത്ത ഇവിടുത്തെ 4 അല്ലേ, 2 into 4 minus 1 equal to 7. So number of triangles equal to 1 plus 3 plus 5 plus 7. 7 5 12 3 15 1 16. Number of triangles 16 possible number of triangles are possible. Okay, 16 number of triangles are possible. ഇപ്പൊ നിങ്ങൾ തൽക്കാലം ഇങ്ങനെ ഒരു സാധനം പഠിച്ചു വെക്കുക. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? അടുത്ത ക്വസ്റ്റ്യൻ സർക്കിൾസിൽ നിന്നാണ്, ജോമെട്രിയിൽ നിന്നാണ്. 2 circles touch each other internally. 2 സർക്കിൾ ടച്ച് each other internally. അവർ ടച്ച് ചെയ്യുന്നുണ്ടല്ലേ 2 സർക്കിൾസ്. പിന്നെന്താണ് പറഞ്ഞിരിക്കുന്നത്? 2 ഡയമീറ്റർ തന്നിട്ടുണ്ട്. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദെയർ സെന്റർ സിമ്പിൾ ആണ്. അതായത് ജസ്റ്റ് ഇതിന്റെ സെന്റർ, വലിയ സർക്കിളിന്റെ സെന്റർ ഇതാണെന്ന് വെക്കുക. ഞാൻ ഇവിടെ നിന്ന് ജസ്റ്റ് ഒരു ലൈൻ വരച്ചു കഴിഞ്ഞാൽ ഇത് എന്തായിരിക്കും? റേഡിയസ് അല്ലെ, റേഡിയസ് ആയിരിക്കും. അപ്പൊ ഡയമീറ്റർ 8 സെന്റിമീറ്റർ ആണ്, റേഡിയസ് എത്ര ആയിരിക്കും? 4 സെന്റിമീറ്റർ. ഈ സർക്കിളിന്റെ സെന്റർ ഇവിടെയാണെന്ന് അങ്ങ് വെച്ചേക്കുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ ഡിസ്റ്റൻസ് എന്തായിരിക്കും? ആ സർക്കിളിന്റെ, ചെറിയ സർക്കിളിന്റെ റേഡിയസ് അല്ലേ? ചെറിയ സർക്കിളിന്റെ ഡയമീറ്റർ 4 സെന്റിമീറ്റർ ആണ്, ചെറിയ സർക്കിളിന്റെ റേഡിയസ് എത്ര വരും? 2 സെന്റിമീറ്റർ അല്ലെ? അങ്ങനെയാണെങ്കിൽ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ്? ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ സെന്റേഴ്സ് അല്ലേ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ സെന്റേഴ്സ് എന്ന് പറയുമ്പോൾ ഈ ഡിസ്റ്റൻസ് അല്ലേ ചോദിച്ചിരിക്കുന്നത്. ഈ ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ 4 minus 2 equal to 2 സെന്റിമീറ്റർ എന്ന് വരും. ഓക്കെ, 4 minus 2 equal to 2 സെന്റിമീറ്റർ എന്ന് വരും. ഓക്കെ, നമ്മളിപ്പോ ഇത്രയും ക്വസ്റ്റ്യൻസ് ആയിട്ട് ഇവിടെ നിർത്തുകയാണ്. അടുത്ത ദിവസത്തെ ഷിഫ്റ്റിന്റെ അനാലിസിസും വരും. അപ്പൊ നിങ്ങൾ ഈ ക്വസ്റ്റ്യൻസ് എല്ലാം കാണുക, എന്നിട്ട് നിങ്ങൾ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. ബാക്കി ക്വസ്റ്റ്യൻസ് നിങ്ങൾ സ്വന്തമായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പം ഈ ക്വസ്റ്റ്യൻസ് എന്തായാലും നിങ്ങൾ ചെയ്തിട്ട് പോകണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായാലും ഒരു 4-5-6 ക്വസ്റ്റ്യൻസ് സെയിം പാറ്റേൺ എന്തായാലും റിപ്പീറ്റ് ആയിട്ട് വരും. അപ്പൊ നിങ്ങൾ എല്ലാ ഫ്രണ്ട് സർക്കിളിലുള്ളവർക്ക് ഷെയർ ചെയ്യണം. CHSL എക്സാം എഴുതുന്ന എല്ലാവരും ഈ വീഡിയോ കാണണം. കാരണം അവർക്ക് ഒരുപാട് ബെനിഫിറ്റ് ഉണ്ടാക്കും. അപ്പൊ നിങ്ങൾ എല്ലാവർക്കും ഷെയർ ചെയ്യുക. ഓക്കെ, അഡ്വാൻസ് ആൾജിബ്രയെന്നും അഡ്വാൻസ് ടോപ്പിക്സ് ആണ്. ജോമെട്രിന്നും ആൾജിബ്രയെന്നും ഒക്കെയാണ് കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്നത്. അപ്പൊ അതൊക്കെ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്ത് പോവുക. പരീക്ഷ എളുപ്പമാണ്, പരീക്ഷ സിമ്പിൾ ആണ്. സിമ്പിൾ ആയിട്ട് പോയി എഴുതുക, നന്നായിട്ട് പോയി എഴുതുക എല്ലാവരും. ഓക്കെ, താങ്ക് യു.